ഇവിടെ ഞാൻ സീഡ്ലിങ്സ് വാങ്ങിച്ച് അതിനെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി മൊട്ട് വന്ന് പൂവായതിനു ശേഷമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ചീത്തയാവത്തില്ല. ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ളവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒരു ചെടിയും പാഴി പോയിട്ടില്ല എന്നൊരു അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് അല്ലാണ്ട് ഒരിക്കൽ വാങ്ങിയവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 മാസമായ പ്ലാന്റ്സാണ്. ചിലതൊക്കെ ചില പ്ലാന്റുകൾ പെട്ടെന്ന് വലുതാവുന്നത്, പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്നതാണ്. ഇത് ഞാൻ ഇമ്പോർട്ടേഴ്സിൻ്റെ തന്നെ ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്നായിരിക്കും വരുത്തുന്നത്. പിന്നെ അത്യാവശ്യം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഇമ്പോർട്ടറുണ്ട്. പുള്ളിക്കാരി എനിക്ക് നല്ല പ്ലാന്റ്സ് തരുന്നുണ്ട്, അഫോർഡബിൾ റേറ്റിന് തരുന്നുണ്ട്. പുള്ളിക്കാരിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ വളർത്തിയിട്ട് പൂവാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഞാൻ ഒത്തിരി അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് കൊടുക്കുന്നുണ്ട്. മിക്കവാറും ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും DTDC വഴിയും ഒക്കെ അയക്കുന്നുണ്ട്. നമ്മൾ പാക്കിങ്ങും അതുപോലെ ആയിരിക്കും. പിന്നെ ചെറിയ മോശമായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. നല്ല പ്ലാന്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. വളർച്ച അനുസരിച്ച് ഞാൻ തരംതിരിക്കാറുണ്ട്. ഞാൻ 150 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 150 തൊട്ട് ഞാൻ എല്ലാ പ്ലാന്റും പൂവായതിനു ശേഷം കൊടുക്കുള്ളൂ. കാരണം ചിലപ്പോൾ ID ഇട്ട് വന്നാൽ പോലും ചിലപ്പം ആൾക്കാർ പറയാതെ തെറ്റിപ്പോയി, അതല്ല വിരിഞ്ഞപ്പോൾ വേറെയാണ് എന്നുള്ള ഒരുപാട് പരാതികൾ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ആ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ളപ്പോഴത്തേക്കും ഞാൻ ഓർഡർ കൊടുത്തതല്ല എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഫ്ലവർ ഉള്ള അത് മാത്രമേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കാറുള്ളൂ. ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.